സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷപ്പെടട്ടെ. ആശങ്കയ്ക്കും ആശയക്കുഴപ്പത്തിനും നടുവിൽ മലയാളികളൊക്കെയും എളിമയോടെ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. അതിനിടയിലും ഭൂഗോളത്തിൽ മറ്റൊരു സമൂഹത്തിനും ഇല്ലാത്ത ദുഷ്ടരോഗം ബാധിച്ചവരാണ് മലയാളികളിൽ ചിലരെന്നത് നമ്മെ വല്ലാതെ വേദനിപ്പിക്കും. ഗുരുതരമായ കുറ്റത്തിന് നെപ്പോളിയൻ ചക്രവർത്തി വധശിക്ഷ വിധിച്ച സൈനികൻ്റെ അമ്മയുടെ യാചനയാണ് അവരെ ഓർമ്മിപ്പിക്കാനുള്ള ചരിത്രത്തിലെ വലിയ പാഠം. അയാൾ ദയ അർഹിക്കുന്നില്ലെന്ന് പറഞ്ഞ നെപ്പോളിയനോട് ആ അമ്മ പറഞ്ഞതിങ്ങനെ: ദയ എന്നതിൻ്റെ അർത്ഥം തന്നെ അർഹതയില്ലാത്തിടത്ത് ഔദാര്യമായി നൽകുന്നത് എന്നാണ്. യാതൊരു അർഹതയുമില്ലാത്ത ആ ഔദാര്യമാണ് മകനു വേണ്ടി താൻ യാചിക്കുന്നത്. ഈ വാക്കുകൾ നെപ്പോളിയൻ്റെ ഹൃദയം ഉൾക്കൊണ്ടു. നിമിഷപ്രിയയ്ക്ക് വേണ്ടിയും യാചിക്കുന്നത് അർഹതപ്പെട്ടത് ഒന്നുമല്ല, ദയ, പൂർണ്ണ ഔദാര്യമായ ദയ മാത്രം. ആ ദയയ്ക്ക് വേണ്ടി നിമിഷപ്രിയയുടെ അമ്മയും യമനിലെത്തി. ദയ കാട്ടേണ്ടവർക്ക് ദയ തോന്നണമേ എന്ന ഉള്ളുരുകിയ പ്രാർത്ഥനയുമായി. ഇനി നിമിഷപ്രിയയുടെ അവസ്ഥ എന്തെന്ന് ചുരുക്കത്തിൽ അറിയുക. യമനിലെ നിയമപ്രകാരം വിചാരണ ചെയ്ത് വധശിക്ഷ വിധിച്ച കൊല കുറ്റവാളിയാണ് 2008 അവിടെ എത്തിയ മലയാളി നേഴ്സ് നിമിഷപ്രിയ. തലസ്ഥാനമായ സനായിൽ 2015 നിമിഷപ്രിയ തുടങ്ങിയ ക്ലിനിക്കൽ ബിസിനസ് പങ്കാളിയായിരുന്നു യമനി പൗരൻ തലാൽ അബ്ദുൽ മെഹദി. അയാൾ പാസ്പോർട്ട് പിടിച്ചുവെക്കുകയും നിരന്തരം ഉപദ്രവിക്കുകയും ചെയ്തെന്നും അതിനെതിരെ ഒരിടത്തു നിന്നും പോലീസിൻ്റെ പോലും സഹായം ലഭിക്കാതെ വന്നപ്പോൾ പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി മരുന്ന് കുത്തിവെക്കുകയും ഓവർഡോസ് നിമിത്തം അയാൾ മരിക്കുകയും ചെയ്തെന്നുമാണ് നാം അറിയുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. തലാലിൻ്റെ മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു എന്നുമാണ് കേസ്. രാജ്യം വിടാൻ ശ്രമിച്ച നിമിഷപ്രിയ അതിർത്തി കടക്കും മുമ്പ് അറസ്റ്റിലായി. വിചാരണയിൽ വധശിക്ഷ വിധിക്കപ്പെട്ടു. 2018 മുതൽ വധശിക്ഷയുടെ ഭീഷണിയിലാണ് നിമിഷപ്രിയ. എല്ലാ അപ്പീലുകളും ഇതുവരെയുള്ള ഹർജികളും തള്ളപ്പെട്ടു. വിചാരണയിൽ അറബ് ഭാഷയിലെ വിശദീകരണങ്ങൾ അറിയാതെയും മതിയായ ഡിഫൻസിന് അവസരം ലഭിക്കാതെയും അജ്ഞതയാൽ കുറ്റസമ്മതം ഒപ്പിട്ടു നൽകി എന്നതാണ് മലയാളികൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞ കാര്യം. കുറ്റാരോപണങ്ങളിലെ ശരി തെറ്റുകളോ യമനിലെ നിയമസമ്പ്രദായത്തിൻ്റെ വിലയിരുത്തലോ ഒന്നുമല്ല ഇപ്പോൾ കേരള സമൂഹത്തിൻ്റെ പ്രശ്നം. നിമിഷപ്രിയ ഇതെല്ലാം ചെയ്തതാണോ, കുറ്റവാളികൾ വേറെയുണ്ടോ എന്ന പരിശോധനകളുമല്ല ഇപ്പോൾ ആവശ്യം. വിദേശത്ത് വധശിക്ഷ വിധിക്കപ്പെട്ട് ഭീതിയുടെയും നിരാശയുടെയും കനത്ത ഏകാന്ത തടവിൻ്റെ കാഠിന്യത്തിൽ കഴിയുന്ന ആ യുവതിയുടെ ജീവൻ സംരക്ഷിക്കാനുള്ള പരമാവധി ശ്രമം. അതിനു വേണ്ടത് തലാലിൻ്റെ കുടുംബത്തിൻ്റെ ദയ മാത്രമാണ്. രക്തപണം സ്വീകരിച്ചോ അല്ലാതെയോ മാപ്പ് നൽകുവാനുള്ള ദയ. അത് സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾക്ക് മേലാണ് തുടക്കത്തിൽ സൂചിപ്പിച്ച ദുഷ്ടരോഗം പിടിപ്പെട്ട മനസ്സുകൾ കോടാലി വയ്ക്കുന്നത്. അവർക്കൊരു ഹതഭാഗിയുടെ ജീവൻ വെച്ചു തന്നെ വേണം നിന്ദ്യമായ അവകാശ തർക്കവും ഈഗോ വീർപ്പിക്കലും പക്ഷപാത നാടകവും നടത്താൻ. നിമിഷപ്രിയയുടെ ജീവനെ ബാധിക്കാവുന്ന വിധം ഇപ്പോഴത്തെ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത് മുതിർന്ന ഇസ്ലാമിക മതപണ്ഡിതൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നിമിഷപ്രിയയ്ക്കു വേണ്ടി ഇടപെടൽ നടത്തി എന്നതിനോടുള്ള അസഹിഷ്ണുത. നിമിഷപ്രിയയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പരാജയമായെന്നോ മറ്റും വല്ലവരും അങ്ങനെ കരുതുമെന്നോ ആണ് അവരുടെ സംശയം. കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത് കാന്തപുരത്തിൻ്റെ ഗണത്തിൽ തന്നെയുള്ള മറ്റൊരു കൂട്ടർ. കാന്തപുരത്തോടുള്ള അസൂയാവിഷം ബാധിച്ച അവർക്ക് കാന്തപുരം മുഖേന നിമിഷപ്രിയയ്ക്ക് ദയ കിട്ടാതെ പോകണം എന്ന ദുഷ്ടമനസ്സ് മാത്രം. കുഞ്ഞിനെ മുറിച്ചാലും വേണ്ടില്ല, കുഞ്ഞിൻ്റെ അമ്മയുമായുള്ള തർക്കത്തിൽ ജയിച്ചാൽ മതി എന്ന മട്ടിൽ സോളമൻ രാജാവിൻ്റെ മുമ്പിൽ നിന്ന അഭിസാരികയുടെ ദുഷ്ടതയും പിന്നിലാകുന്ന ക്രൂരത. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇതുവരെ ശ്രമങ്ങൾ നടത്തിയ ആരും അവർ നിരപരാധിയാണെന്ന് സ്ഥാപിക്കാൻ അല്ല ശ്രമിച്ചത്.
അതിൻ്റെ അവസരങ്ങളെല്ലാം എന്നെ കഴിഞ്ഞു പോയതാണ്. അത്തരം സാധ്യതകൾ എന്നെ ഇല്ലാതായതുമാണ്. ഇപ്പോഴത്തെ എല്ലാ ശ്രമങ്ങളും അവരുടെ ജീവനു വേണ്ടി ദയ യാചിക്കാൻ മാത്രമുള്ളതാണ്. കാന്തപുരമോ മറ്റാരെങ്കിലുമോ തെറ്റായ അവകാശവാദം പറയുന്നെങ്കിൽ തുറന്നു കാട്ടുവാനും പരിഹസിക്കുവാനും അവസരമുണ്ട്. അത് ചെയ്യുകയും വേണം. പക്ഷേ അതൊക്കെ പിന്നീട് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിനു ശേഷം മാത്രം. അതിനു പകരം ദയ കാട്ടേണ്ടവരെ ക്രുദ്ധരാക്കി അവരുടെ ഹൃദയം കഠിനമാക്കുവാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നവരുടെ ഹൃദയശൂന്യതയാണ് ഇപ്പോൾ കാണേണ്ടി വരുന്നത്. നിമിഷപ്രിയയുടെ കുറ്റവിചാരണയും കുറ്റം വിധിക്കലും യമനിൽ നടന്നതാണ്. അതിനി ഇവിടെ ആരും ചെയ്യേണ്ടതില്ല. വീണ്ടും പറയാം, കാന്തപുരമോ ഒപ്പം നിൽക്കുന്നവരോ തെറ്റായ അവകാശവാദങ്ങൾ പറയുന്നെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കേണ്ട. കഴിയും പോലെ തുറന്നു കാട്ടാം, വേണമെങ്കിൽ പരിഹസിക്കാം. സർക്കാരിനില്ലാത്ത സ്വാധീനം കാന്തപുരത്തിന് എങ്ങനെ എന്ന് സമൂഹ വിചാരണ നടത്താം, മറ്റു വശങ്ങളും പരിശോധിക്കാം. പക്ഷേ അതൊക്കെ ചെയ്യേണ്ടത് ജീവൻ രക്ഷിച്ച ശേഷം മാത്രം. ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമോ അതിനുള്ള കാര്യാലയമോ ഇല്ലാത്ത രാജ്യത്തെ പരിമിതമായ സാഹചര്യങ്ങളിൽ മുട്ട വിരിയിക്കാനുള്ള ചൂടല്ലാതെ മുട്ട പൊരിക്കാനുള്ള ചൂട് പ്രയോഗിക്കാൻ സർക്കാരിന് കഴിയില്ല. അത്തരത്തിൽ കാര്യങ്ങൾ നീക്കുന്നതിനിടെ സർക്കാർ പരാജയപ്പെട്ടെന്ന് എതിരാളികൾ വിമർശിക്കുന്നതും ആ വിമർശനം ഭയന്ന് സർക്കാർ പക്ഷപാതികൾ ഭോഷത്വം പറയുന്നതും ഒരുപോലെ ഗർഹണീയം. ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്ന് യമനി പത്രങ്ങൾ പറയുന്നതായി വാർത്തയുണ്ടെങ്കിൽ അതിനർത്ഥം കേന്ദ്ര സർക്കാർ ഇടപെട്ടു എന്നു തന്നെയാണ്. പക്ഷേ ഫലം കാണുക എളുപ്പമല്ലെന്ന് ആർക്കാണ് അറിയാത്തത്? കയ്യടിക്ക് വേണ്ടി സർക്കാരിന് പ്രസ്താവനകൾ ഇറക്കാൻ കഴിയുന്ന വിഷയമല്ല ഇത്. അതറിയാതെ കാന്തപുരത്തിന്റെ ഇടപെടലിനെ മാത്രം മഹത്വൽക്കരിച്ചവരും മറുവശത്ത് അതിനെതിരെ പ്രചാരണത്തിന് ഇറങ്ങിയവരും യമനിലെ പൊതുസമൂഹത്തെ നിമിഷപ്രിയയ്ക്ക് എതിരാക്കുന്നതിനാണ് ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നത്. കാന്തപുരം സ്വന്തം ആവേശത്താൽ കയറി ഇടപെട്ടതാണെന്ന് കരുതാൻ ന്യായമില്ല. ഉമ്മൻചാണ്ടിയുടെ മനസ്സും ഹൃദയവും ഉൾക്കൊണ്ട ചാണ്ടി ഉമ്മൻ യമനിൽ നേരിട്ടിടപെടാൻ സാധ്യതയുള്ള കാന്തപുരത്തെ അതിനായി പ്രേരിപ്പിച്ചു എന്നേ രാഷ്ട്രീയ നിരപേക്ഷമായി ചിന്തിക്കുന്ന സാധാരണക്കാർക്ക് തോന്നേണ്ടതുള്ളൂ. നാളത്തെ കാര്യം ആർക്കും അറിയില്ല. ശിക്ഷ നടപ്പാക്കൽ മാറ്റിവെച്ചു എന്നേ അറിയാവൂ. തലാലിന്റെ കുടുംബം ദയ കാട്ടുമെന്ന പ്രതീക്ഷയിൽ മാത്രമാണ് എല്ലാവരുടെയും പ്രത്യാശ. തീയതി നിശ്ചയിച്ച വധശിക്ഷ നടപ്പാക്കൽ മാറ്റിവെപ്പിക്കാൻ സർക്കാരിൻ്റെയോ കാന്തപുരത്തിൻ്റെയോ മറ്റാരുടെയെങ്കിലുമോ ആകട്ടെ ഇടപെടലിന് കഴിഞ്ഞത് ജീവരക്ഷാ ദൗത്യത്തിലെ നേരിയ ആശ്വാസമെന്ന് കരുതാതെ തലാലിൻ്റെ കുടുംബത്തെ പ്രകോപിപ്പിക്കുന്ന പ്രചാരണങ്ങൾ നടത്തുന്നവർ മനുഷ്യത്വം കെട്ടവരാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷാ വിധിക്ക് ഇളവ് കിട്ടുന്നതിനെ തടസ്സം നിൽക്കുന്ന എല്ലാവരും, ചെറിയവരും വലിയവരും എല്ലാം ചെയ്യുന്നത് ക്രൂരതയാണ്. അതാരായാലും നീച പ്രവൃത്തി തന്നെയായിരിക്കും.